റഷ്യ യുക്രൈൻ യുദ്ധകാലത്തിൽ നിന്ന് ലോകം കാതോർത്ത ഏറ്റവും നിർണായകമായ വാർത്ത ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. 4 വർഷത്തിലേറെയായി തുടരുന്ന രക്തരൂക്ഷിതമായ പോരാട്ടം അവസാനത്തിന്റെ പാതയിലാണെന്ന പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിമറിച്ചായി സംഘർഷത്തിന് വിരാമമിടാൻ സാധിച്ചത് അമേരിക്കയുടെ ശക്തമായ ഇടപെടലുകൾ കാരണമാണെന്നാണ് പുടിൻ തുറന്നു സമ്മതിച്ചത്. സമാധാനത്തിന്റെ പുതിയ വാതിൽ തുറന്നതിന് US ഭരണകൂടത്തോടും പ്രസിഡന്റ് ട്രംപിനോടും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്രപരമായ ഇടപെടലുകളാണ് നിലവിലെ മഞ്ഞുരുകലിന് പിന്നിലെ പ്രധാന ഘടകം. മെയ് 9 മുതൽ 11 വരെ നീണ്ടു നിൽക്കുന്ന 3 ദിവസത്തെ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശം ഇരുപക്ഷവും അംഗീകരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ യുദ്ധ തടവുകാരെ കൈമാറുന്ന പ്രക്രിയ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. റഷ്യയുടെ 2ാം ലോക മഹായുദ്ധ വിജയ ദിനമായ മെയ് 9 അനുബന്ധിച്ചാണ് ഈ സമാധാന നീക്കത്തിന് തുടക്കമിട്ടത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ചർച്ചകൾ സുഗമമാക്കിയതിന് അമേരിക്കയോടുള്ള തന്റെ കടപ്പാട് പുടിൻ ആവർത്തിച്ചു. ഇത് റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. യുക്രൈൻ സംഘർഷം ഒരു അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് എന്ന് പുടിൻ പ്രസ്താവിച്ചു. ട്രംപ് നിർദ്ദേശിച്ച 1000 തടവുകാരുടെ കൈമാറ്റ കാര്യത്തിൽ യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിനായി ലോകം ഉറ്റുനോക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് റഷ്യൻ വൃത്തങ്ങൾ നൽകുന്ന സൂചന. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മുൻപത്തെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഈ പുതിയ നീക്കം. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സമാധാന ചർച്ചകളിൽ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ചും അതിന്റെ മേൽനോട്ടം വഹിക്കുന്നതിനെ കുറിച്ചും ധാരണയായിരുന്നു. എന്നാൽ സങ്കീർണമായ പ്രാദേശിക തർക്കങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും കാരണം ആ ശ്രമങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു. അന്നത്തെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് കൂടുതൽ ശക്തമായ ഒരു സമാധാന ഉടമ്പടി ഇപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സമാധാന ചർച്ചകളിൽ ഇപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ വ്യവസായിക കേന്ദ്രമായ ഡോൺബാസ് മേഖലയുടെ കാര്യത്തിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു. ഈ പ്രദേശം വിട്ടു നൽകാൻ കഴിയില്ലെന്ന സെലൻസ്കിയുടെ നിലപാടും നിലവിലെ നിയന്ത്രണ രേഖയിൽ മാറ്റം വരുത്തില്ലെന്ന പുടിന്റെ വാശിയും ചർച്ചകളെ സങ്കീർണമാക്കിയേക്കാം. എങ്കിലും അമേരിക്കയുടെ മധ്യസ്ഥത ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രത്യാശയിലാണ് രാഷ്ട്ര നിരീക്ഷകർ. ഡോൺബാസ് മേഖല കൂടാതെ സപ്പോറീഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണവും വലിയൊരു തർക്ക വിഷയമാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആണവ നിലയമായ ഇതിന്റെ നിയന്ത്രണം നിലവിൽ റഷ്യൻ സൈന്യത്തിന്റെ കൈകളിലാണ്. ആണവ നിലയത്തിന് ചുറ്റുമുള്ള സൈനിക സാന്നിധ്യം ഒഴിവാക്കി അതൊരു സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. വെടിനിർത്തൽ കാലയളവിൽ ഈ വിഷയത്തിലും സുപ്രധാനമായ ധാരണ ഉണ്ടാക്കാൻ ട്രംപ് ഭരണകൂടം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷമായി തുടരുന്ന ഈ യുദ്ധം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനാണ് അപഹരിച്ചത്. കോടിക്കണക്കിന് ഡോളറിന്റെ സ്വത്തുവകകൾ നശിപ്പിക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള ഇന്ധന ഭക്ഷ്യ വിപണികളെ ഇത് ഗുരുതരമായി ബാധിക്കുകയും ചെയ്തു. യുദ്ധം അവസാനിക്കുന്നതോടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. റഷ്യയ്ക്കും യുക്രൈനും മേൽ നിലനിൽക്കുന്ന ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ വിപണിയിൽ കൂടുതൽ സ്ഥിരത കൈവരും. യുദ്ധ തടവുകാരുടെ കൈമാറ്റം ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. മെയ് 9 മുതൽ 11 വരെയുള്ള ഈ ദിവസങ്ങൾ ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ച് അതിനിർണായകമാണ്. 1000-ഓളം തടവുകാരെ വീടുകളിലേക്ക് തിരിച്ചെത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ സമാധാനത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിപ്പിക്കും. ഈ 3 ദിവസങ്ങളിൽ വെടിനിർത്തൽ പൂർണ്ണമായി ലംഘിക്കപ്പെടാതെ ഇരുന്നാൽ മാത്രമേ ഇതിനെ ഒരു സ്ഥിരമായ സമാധാന ഉടമ്പടിയായി മാറ്റാൻ സാധിക്കൂ. യുക്രൈന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പ്രതികരണത്തിന് ഈ സമാധാന പ്രക്രിയയിൽ വലിയ പ്രാധാന്യമുണ്ട്. തന്നെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും തടവിലാക്കപ്പെട്ട സൈനികരുടെ മോചനത്തിനുമാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് സെലൻസ്കി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ കർക്കശ നിലപാട് എങ്ങനെ മാറ്റപ്പെടുമെന്നത് കണ്ടറിയണം. അമേരിക്കൻ സഹായത്തോടെ മാത്രമേ യുക്രൈന് പുനർനിർമ്മാണം സാധ്യമാകൂ എന്നതിനാൽ അവർ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നാണ് ലോകം വിശ്വസിക്കുന്നത്. ചുരുക്കത്തിൽ ലോകം ഇപ്പോൾ പ്രത്യാശയുടെയും ആശങ്കയുടെയും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലാണ്. വ്ളാഡിമിർ പുടിന്റെ പ്രഖ്യാപനവും ട്രംപിന്റെ ശക്തമായ മധ്യസ്ഥതയും യുദ്ധത്തിന്റെ കറുത്ത ദിനങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് തന്നെ കരുതാം. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ വീണ്ടും പറന്നുയരുമെന്നും ആയിരക്കണക്കിന് സൈനികർ സുരക്ഷിതരായി തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് മനുഷ്യരാശി. മെയ് 11 ശേഷമുള്ള സാഹചര്യങ്ങളായിരിക്കും ഈ സമാധാന ചർച്ചകളുടെ ഭാവി നിശ്ചയിക്കുക.